അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം കേട്ടോ. എന്തൊക്കെയാണ് എല്ലാവരും വർത്താനം? എല്ലാവരും റാഹത്തല്ലേ? നമ്മളും കൂടെ റാഹത്താണ് കേട്ടോ. എനിക്കും മക്കൾക്കും ഇവിടെ സുഖമാണ്. അപ്പോൾ ഇതാ രാവിലത്തെ ചായപ്പടയിലാണ് കേട്ടോ. പത്തിരി ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഞാൻ പത്തിരി ഉണ്ടാക്കിയാണ്. പത്തിരി ഉണ്ട്, പിന്നെ ചിക്കൻ കറീൻ്റെ പോലെ തന്നെ നമ്മൾ കാടമുട്ടേൻ്റെ കറിയും വെച്ചിക്കണം കേട്ടോ. അരച്ചിട്ട് വറുത്തരച്ചിട്ട് കറി വെച്ചിക്കണം. അപ്പോൾ ഓരോരുത്തർ ചായ കുടിച്ച് പോയി ഓരോരുത്തർ ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കണേ അങ്ങനെയൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞ ശേഷം ഇതാ ഞാനിവിടെ ചോറിന് അവിടെ വെള്ളം വെച്ചിട്ടുണ്ട്. കറിക്കുള്ള മുരിങ്ങാക്കോലും അതുപോലെ തന്നെ കൈപ്പങ്ങയാണ് കേട്ടോ ഉപ്പേരിക്കുള്ളത്. ഉപ്പേരിക്കുള്ള കൈപ്പങ്ങയും മുരിങ്ങാക്കോലും ഒക്കെ ഒന്ന് റെഡിയാക്കി ഇരിക്കണം. മുരിങ്ങാക്കായ കേട്ടോ. മുരിങ്ങാക്കായൻ്റെ കറി താത്ത കൊണ്ടുവന്നത് നല്ല നാടൻ മുരിങ്ങാക്കായാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് മുരിങ്ങാക്കായ കറി വെച്ചാൽ. കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കറിയത്തെ മുരിങ്ങാക്കായ കാണൂല, മുരിങ്ങാക്കായ പാത്രത്തിലിട്ട് ഇങ്ങനെ അടക്കലാണ് കേട്ടോ ഇവിടെ ഐസ് കോലൈസ് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഞാനിതാ അവിടെ കൈപ്പങ്ങ ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുക്കും. നല്ല കയ്പ്പുള്ള നാടൻ കൈപ്പങ്ങയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ചെറുതാക്കി കട്ട് ചെയ്ത് ഉപ്പിട്ടൊക്കെയാണ് ചെയ്യണത്. അപ്പോൾ കൈപ്പങ്ങ ചിലർക്കൊന്നും ഇഷ്ടമില്ല കേട്ടോ, കയ്പ്പ് കൂടുതലായിട്ട്. അപ്പോൾ കയ്പ്പ് കുറയാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്പ് ഞാനിതിൽ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. ചിലർക്കൊക്കെ ചെയ്യുന്നുണ്ടാവും. നമ്മൾ കൈപ്പങ്ങ നന്നായിട്ട് തന്നെ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ കുറച്ച് പൊടിയുപ്പ് ഇങ്ങോട്ട് നിരടി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ലോണം കയ്പ്പ് കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കേൾക്കുമ്പോൾ കയ്പ്പങ്ങനെ കയ്പ്പൊക്കെ കുറഞ്ഞ് കിട്ടും കേട്ടോ. അങ്ങനെ ഇതാ ഞാനിവിടെ കൈപ്പങ്ങ ഉപ്പൊക്കെ തേച്ച് നിരടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് കഴിയണ നേരത്തെ നമ്മൾ കേക്ക് എടുക്കുമ്പോൾ ഉപ്പ് പോയി ചെയ്തോളും, നല്ല കൈപ്പങ്ങൻ്റെ കയ്പ്പും പോയി കിട്ടും. പിന്നെ മുരിങ്ങാക്കായ ഇതാ നന്നായിട്ട് നമ്മൾ കേക്ക് എടുക്കുകയാണ്. മുരിങ്ങാക്കായ പരിപ്പില്ലാണ്ട് എണ്ണ കറി വെക്കണത്. പരിപ്പ് കിട്ടിയില്ല, തക്കാളിയും മുരിങ്ങാക്കായും കൂടി ഇട്ടുകയാണ് അരച്ചങ്ങോട്ട് കറി വെക്കുകയാണ് കേട്ടോ. മുരിങ്ങാക്കായ എങ്ങനെ കറി വെച്ചാലും നല്ല ടേസ്റ്റ് ആണല്ലോ അല്ലേ. അപ്പോൾ ഇന്നേതായാലും ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ മക്കളും എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. രണ്ടാൾ സൈക്കിൾ ഓടിച്ചാൻ വേണ്ടി പേക്കണേ. പൊന്നും അച്ചോടെ റൂമിലിരുന്നൊരു പാവക്കുട്ടീൻ്റെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ മുരിങ്ങാക്കായ ഞാൻ കുറച്ചിങ്ങനെ എടുത്തിട്ടുണ്ട്. 2 നേരത്തിനാണ് നമ്മൾ കറിയൊക്കെ വെക്കണത്. പിന്നെ മീനാണ്. മീനും അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് കട്ടയൊക്കെ ഒന്ന് ഉടയാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ഐസൊക്കെ ഉടഞ്ഞ് കിട്ടാൻ വേണ്ടി കുറച്ച് പൊടിയുപ്പ് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഐസൊക്കെ ഉടഞ്ഞ് കിട്ടും കേട്ടോ, ഫ്രീസറിൽ നിന്ന് എടുത്ത സാധനത്തിൽ നിന്നൊക്കെ. അങ്ങനെ ഇതായി മീനൊക്കെ നന്നായിട്ടൊന്ന് കഴുകി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഒന്ന് കഴുകി ക്ലീൻ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. മീനിപ്പോൾ രാത്രി കൊണ്ടുവരില്ല. രാത്രി ഈ മീനൊക്കെ കൊണ്ടുവരുമ്പോൾ ഇതെന്താ മീനിൻ്റെ പേര് എനിക്കറിയൂല കേട്ടോ. ഏട്ടയാണെന്ന് തോന്നുന്നത്. അപ്പോൾ ഇതൊന്നും ഞാൻ കഴിക്കൂല കേട്ടോ. എനിക്കിതൊന്നും ഇഷ്ടമല്ല. മക്കളും കഴിക്കും, മക്കളും കഴിക്കൂട്ടോ. അങ്ങനെ മീനൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്ത് മസാല തേച്ച് വെക്കണം. പിന്നെ അത് രാവിലെ തന്നെ നമ്മൾ കറിക്കും കൂട്ടാനും എന്താണെന്ന് ആദ്യം തന്നെ മനസ്സിൽ കരുതി വെച്ചാൽ പെട്ടെന്ന് തന്നെ നമ്മളെ പരിപാടി അങ്ങോട്ട് കഴിഞ്ഞോളൂ കേട്ടോ. അപ്പം ചോറ്റിൻ്റെ വെള്ളം വെച്ചിക്കണം. വെള്ളമൊക്കെ നല്ലോണം തിളച്ച് മറിയുന്നുണ്ട്. അപ്പോൾ അരി അങ്ങോട്ട് കഴുകി എടുത്ത് ഇട്ട് കൊടുക്കണം. റേഷൻ അരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ചോറൊക്കെ വെന്ത് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു 10-11 മണിയായിട്ടാണ് നമ്മൾ ചോറ് വെക്കാനൊക്കെ നിൽക്കുള്ളൂ. ആദ്യം തന്നെ കുറച്ച് ചുടുവെള്ളം വെച്ചിക്കാണ്ട് അരി നല്ലോണം കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്താൽ അരിയിലുള്ള ഇതൊക്കെ വിഷാംശമൊക്കെ പോയി കിട്ടിക്കോളൂ കേട്ടോ. പിന്നെ അതിന് ശേഷം നല്ല പച്ചവെള്ളത്തിലാണ് കഴുകി എടുക്കും. അങ്ങനെയുണ്ടാ ചെയ്യാം. പിന്നെ മീൻ ഇതാ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്യാനൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ മസാലയൊക്കെ തേച്ചൊന്ന് റെഡിയാക്കി എടുക്കുക, പൊരിച്ചെടുക്കാണ്ട് ചെയ്യുക. ഈ മീനാകുമ്പോൾ പിന്നെ വറ്റിച്ചെടുക്കാനൊന്നും രസം ഉണ്ടാവില്ല, പൊരിച്ച് തന്നെ എടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് ക്ലീനാക്കി റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നോമ്പും ബറാത്തൊക്കെ അവിടെ കഴിഞ്ഞല്ലേ അല്ലേ, നോമ്പൊക്കെ ആവാനായി. അപ്പോൾ എല്ലാവരും നനച്ചെടുപ്പ് പരിപാടിയൊക്കെ തുടങ്ങിയാ. അപ്പോൾ ഞാനിവിടെ തുടങ്ങി വെച്ചിരിക്കണേ. തയ്യാറിയും റൂമും കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യണം. പിന്നെ നനച്ചെടുപ്പണി എല്ലാവർക്കും കഴിഞ്ഞോ? ചിലവരൊക്കെ ബറാത്തിൻ്റെ മുമ്പായിട്ട് തന്നെ എടുക്കും. മിറാജ് കഴിഞ്ഞൊക്കെ തന്നെ തുടങ്ങും. ചിലവർ ബറാത്ത് കഴിഞ്ഞതിന് ശേഷം തുടങ്ങുള്ളൂ അല്ലേ. അപ്പോൾ ഞാനും ഇവിടെ അതുപോലെ തന്നെ ഞാൻ വല്ലാതെ ഭാരമാവണ്ട വിചാരിച്ചുകൊണ്ട് ഓരോ റൂമും 2 റൂമായിട്ട് അങ്ങനെ കഴിച്ചത് ഓരോ ദിവസം കഴിക്കലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ മീനൊക്കെ ഒന്ന് കേകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മീനൊക്കെ കേകി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുക, നമ്മുടെ കറി വെക്കാനായിട്ട് കുക്കർ അങ്ങോട്ട് ഒഴിച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ കുക്കർ ഒഴിച്ച് വെക്കാന്ന് പറഞ്ഞാൽ ഞാൻ ഈ കുക്കറിൽ തന്നെയാണ് കേട്ടോ കറി വെക്കുക. അപ്പോൾ രാവിലെ മുട്ടക്കറി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് കുറച്ച് പാത്രത്തിലാക്കിയിട്ട് ബാക്കി ഫ്രിഡ്ജിലേക്ക് അങ്ങോട്ട് വെക്കുകയാണ്. അപ്പോൾ ഈ കുക്കറിൽ തന്നെയാണ് നമ്മൾ കറിയൊക്കെ വെക്കുന്നത്. മുരിങ്ങാക്കായും മുളകും തക്കാളിയും ഒക്കെ ഇട്ടിട്ട് കറി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇപ്പം ഞാൻ അധികം 2 നേരത്തിന് ഒരുമിച്ചാണ് ഞാൻ കറി വെക്കൽ കേട്ടോ. അത് നമുക്ക് തേങ്ങ അരച്ച് വെച്ചെങ്കിൽ തന്നെ ഉണ്ടാവുള്ളൂ, എല്ലാവർക്കും വേണ്ടേ. പിന്നെ 2 നേരത്തിനും വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് തന്നെ തേങ്ങ അരച്ച് തന്നെ കറിയൊക്കെ വെക്കുക.
അങ്ങനത്തെ നമ്മൾ പോർക്കാപ്പിളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുക കറിക്കൊക്കെ ഇട്ടാം. മറ്റേത് പുളിയൊന്നും പിഞ്ഞാറില്ല. പരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ മുരിങ്ങാക്കായുടെ കറി. അപ്പോൾ പരിപ്പ് കമില്ലായിരുന്നു. അപ്പോൾ ഇനി തക്കാളിയും മുരിങ്ങാക്കായും മാത്രം ഇട്ട് കാണാണ്ട് അരച്ചങ്ങോട്ട് കറി വെക്കണം കേട്ടോ. ഓർക്കാപ്പിളി ആവശ്യത്തിന് മാത്രം മരത്തുമ്പോൾ അങ്ങോട്ട് അറുത്ത് കൊണ്ടുവരലാണ്. മരത്തുമ്പോൾ അറുത്ത് കൊണ്ടുവന്നൊക്കലൊന്നുമില്ല. ഓർക്കാപ്പിളി ഉണ്ടായാൽ പിന്നെ പുളിൻ്റെ ആവശ്യമില്ല കേട്ടോ. നമുക്ക് പുളി നല്ല ലാഭമാണ്. ചിലവരൊക്കെ ഓർക്കാപ്പിളി ഉണക്കിയൊക്കെ വെക്കൂട്ടോ. ഞാൻ ഉണക്കിയൊന്നും വെച്ചിട്ടില്ല. ഓർക്കാപ്പിളി ശർക്കര ഇട്ട് കാണ്ടൊക്കെ നല്ല അച്ചാറിട്ടൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ കാലിയാവും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ഓർക്കാപ്പിളി കറുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കട്ട് ചെയ്തിങ്ങനെ ഇട്ട് കൊടുക്കുക. പിന്നെ കുട്ടികളെല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ തന്നെ ഒരു പടയാണ് കേട്ടോ പെരയിൽ. പണിയൊന്നും തീരുമില്ല. ഓരോ വേത്തിലും മണ്ടാനും അങ്ങോട്ടും ഇങ്ങോട്ടും വികൃതി കാട്ടിയിട്ടും ഓടിയിട്ടും അങ്ങനത്തെ തിരക്കുകളും ഇതിലുകളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം രണ്ടാളും സൈക്കിൾ ഓട്ടാൻ പോയിക്കണ്. പൊന്നും അച്ചുമ്പോൾ ഉണ്ടാണ്ട് ഇരുന്ന് കളിക്കണം കേട്ടോ. ഇതാ ഓർക്കാപ്പിളി അല്ലെങ്കിൽ കറിക്കൊക്കെ ഓർക്കാപ്പിളിനെ ഞാനിട്ട് കേട്ടോ. കറിയത്തെ ഓർക്കാപ്പിളി നല്ല ടേസ്റ്റുമാണ് കേട്ടോ തിന്നാനായിട്ട്. പിന്നെ നനച്ചുള്ളി പരിപാടി എല്ലാം ഇതൊക്കെ ചോറും കൂട്ടാനൊക്കെ കറിയൊക്കെ വെച്ചതിന് ശേഷമാണ് ഉച്ചക്കത്തെ എല്ലാം ഒരുക്കി വെച്ചതിന് ശേഷമാണ് ബാക്കിയുള്ള നനച്ചുള്ള പരിപാടി തുടങ്ങാൻ കേട്ടോ. എല്ലാം രാവിലെ തന്നെ നമ്മൾ കറിയും എല്ലാം കൂടെ റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മൾ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ക്ഷീണം കുഴക്കം വന്നാലും നമുക്ക് കുഴപ്പമില്ല. ചോറങ്ങോട്ട് തിന്നിട്ട് പെട്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം ഉച്ചക്കൊക്കെയുള്ള എല്ലാം റെഡിയാക്കിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ നനച്ചുള്ളി പരിപാടിയൊക്കെ തുടങ്ങൽ കേട്ടോ. പിന്നെ നമ്മൾ തന്നെയല്ലേ ഉള്ളൂ ഉണ്ടാക്കാൻ. അടുക്കളയിൽ ഒരാളും നനച്ചുള്ളി പണിക്ക് ഒരാളും അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഉച്ചക്കൊക്കെയുള്ളത് മൊത്തം അങ്ങനെ റെഡിയാക്കി വെക്കും. ഈ മീൻ അങ്ങനെ മസാല കൂട്ടുകയാണ്. മീൻ മസാല അരച്ചിക്കണമൊന്നുമില്ല കേട്ടോ. ഉള്ളിയും മുളകും മഞ്ഞളും മല്ലി ഇട്ട് കാണാണ്ട് കുറച്ച് സുറുക്കി ഒഴിച്ച് കാണാണ്ട് മസാല കൂട്ടുകയാണ് കേട്ടോ. ചിലവർ മീൻ അത് ഇട്ട് കാണാണ്ട് മസാല കൂട്ടലാണ്. പക്ഷെ ഞാൻ മസാല ഒക്കെ പാടെ മിക്സ് ചെയ്ത് നന്നായിട്ട് തന്നെ കുഴമ്പാക്കിയതിന് ശേഷം മീനായി ഇട്ട് കൊടുത്ത് കാണി മിക്സ് ആക്കലാണ് കേട്ടോ. അങ്ങനെ പിന്നെ ചെറുതായിട്ട് ചിക്കൻ മസാല ഇടും. കുറച്ച് ഗരം മസാലേൻ്റെ പൊടി ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പം മുളക് പൊടി ഒന്നും പൊടിപ്പിച്ചിട്ടില്ല കേട്ടോ. ഒക്കെ പാക്കറ്റ് ലൂസ് വാങ്ങാൻ തന്നെ മുളക് പൊടിയും മഞ്ഞളും മല്ലിയും ഒക്കെ കേട്ടോ. ഒക്കെ ഒരു മില്ലുണ്ട്. ആ മില്ലിൽ നിന്ന് നമ്മൾ വാങ്ങി കൊണ്ടുവരലാണ് കേട്ടോ. അല്ലാതെ നമ്മൾ പൊടിപ്പിച്ചൊന്നും വെച്ചിട്ടില്ല. നോമ്പാണ് വിചാരിച്ചിട്ടൊന്നും കേട്ടോ. പിന്നെന്താ പറയുക, അപ്പോൾ കുട്ടികളും കൂടി ഉണ്ടാകുമ്പോൾ നെഞ്ചിലുപരി കുറച്ചും കൂടി രസമാവും. കാരണം ഓരും കൂടി ഉണ്ടാവും ഹെൽപ്പ് ചെയ്യാനും കാര്യങ്ങളൊക്കെ. അപ്പോൾ മുന്നിൽ 2 റൂം ഇന്നലെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള റൂമുകളൊക്കെയാണ് ഇന്ന് ഒരുങ്ങാനുള്ളത് കേട്ടോ. അല്ലാതെ ഒന്നും നനച്ചുള്ളിപ്പണി നടത്താനുമില്ല. എന്നാലും പഴയ പെരാകുമ്പോൾ എത്ര നനച്ചുള്ളിപ്പണിയാണെങ്കിലും എത്ര നന്നാക്കിയാലും കാണൂല കേട്ടോ. പഴയ പെരാകുമ്പോൾ അതോടെ ഇന്നിപ്പോൾ നനച്ച് വിളിച്ച് നല്ല വൃത്തിയാക്കി തുടച്ചിട്ടാൽ നാളെ ഇതേപോലെ തന്നെ തുടക്കാത്ത പോലെ തന്നെ ആവട്ടെ നമ്മളെ പെരയുടെ കോലം. അതാണ് പഴയ പെരീ നനച്ചു വിളിച്ചാലൊന്നും വലിയ കാണൂല കേട്ടോ. 4 നോമ്പൊക്കെ അല്ല വരുന്നത്. ഒന്നും കൊണ്ട് നമ്മൾ നന്നാക്കി എടുക്കും കേട്ടോ മൊത്തമായിട്ട്. അങ്ങനെ ഇതാ മീനൊക്കെ അതിൻ്റെ അടിയിൽ മസാലയൊക്കെ കൂട്ടി വെച്ച് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ചിലവർ ഒന്നായിട്ട് നനച്ചുള്ളിപ്പണി 1 ദിവസം 2 ദിവസം മൊത്തമായിട്ട് അങ്ങോട്ട് തീർക്കലാണല്ലേ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പിന്നെ വൈകുന്നേരം വരെയാണ് എടുത്തിക്കാണ്ട് കഴിയും. ഞാൻ പിന്നെ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. ഞാൻ കുറേശ്ശെ ഓരോ ദിവസം ഓരോ റൂമായിട്ട് അങ്ങനെ തീർക്കലാണ് കേട്ടോ. ചില ദിവസങ്ങളിൽ പിന്നെ കുട്ടികൾക്കൊക്കെ സ്കൂളിലെ ദിവസമാണെന്നുണ്ടെങ്കിൽ ഇക്കാക്കും എനിക്കും കഞ്ഞി അങ്ങോട്ട് വെക്കും കേട്ടോ. നല്ല കഞ്ഞിയും ചമ്മന്തിയോ എന്തെങ്കിലും അങ്ങോട്ട് റെഡിയാക്കും ഉച്ചക്കൊക്കെ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നനച്ചുള്ള പരിപാടിക്കാണ് ഒരുങ്ങും കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ കഞ്ഞിയും ചമ്മന്തിയാണ് ഉണ്ടാക്കി വെച്ചുകൊണ്ട് നോമ്പ് മണിക്കാണ് ഒരുങ്ങും. അപ്പോൾ എനിക്കാക്കും കുഴപ്പമില്ല. ചമ്മന്തി ആയാലും ഉണ്ടായാലും കഞ്ഞി കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാനിവിടെ കൈപ്പങ്ങയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കൈപ്പങ്ങൻ്റെ കയ്പ്പ് കുറയാൻ വേണ്ടി വേറൊരു ടിപ്പും കൂടി പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഓർക്കാപ്പിളി ഉണ്ടല്ലോ, അപ്പോൾ ഓർക്കാപ്പിളി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കൈപ്പങ്ങൻ്റെ ഇത് കുറയും. കൈപ്പങ്ങൻ്റെ കയ്പ്പ് കുറയും കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ കിടന്ന് വേകുമ്പോൾ കയ്പ്പ് ഉണ്ടാവില്ല. നല്ല ടേസ്റ്റും കിട്ടും കേട്ടോ. പിന്നെ തേങ്ങയൊക്കെ ചിരകി നമ്മൾ അരച്ചെടുക്കുകയാണ്. ഒരു തേങ്ങേൻ്റെ അടുത്ത് തന്നെ അരച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു കഷ്ണം കറിവേപ്പിൻ്റെലും കൂടി ഇടുമ്പോൾ നല്ല അരപ്പിനൊക്കെ നല്ല ടേസ്റ്റ് കിട്ടും. പിന്നെ ചെറിയ ജീരകവും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. മുരിങ്ങക്കായൻ്റെ കറിക്ക് ചെറിയ ജീരകം ചിലവരൊന്നും ഇടൂല. പക്ഷെ ഞാൻ ഇടാറുണ്ട്. ഞാൻ ചെറിയ ജീരകവും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടാണ് ഞാൻ റെഡിയാക്കൽ കേട്ടോ. പിന്നെ മീനും കൂടി അങ്ങോട്ട് പൊരിച്ചെടുക്കാനുള്ളൂ. അതോടുകൂടി നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ ഓരോരുത്തരൊക്കെ കളിയൊക്കെ കഴിഞ്ഞ് ആ പെരയ്ക്ക് വന്നിട്ടുണ്ട്. ഇക്ക വരാനായിട്ടുണ്ട്. ഇക്ക ഒരു 12 മണി 12:30 മണിയാകുമ്പോഴത്തേന് ഇക്ക പെരയിലെത്തും. പിന്നെ വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷം പോവുള്ളൂ.
പിന്നെ ഇക്കാക്ക് ഇവിടെ നല്ല പുളിയും ഉപ്പൊക്കെ വേണം കേട്ടോ കറിക്ക്. അപ്പോൾ നല്ല അത്യാവശ്യം നമ്മൾ പുളിയൊക്കെ നല്ല യൂസാക്കും. അങ്ങനെ ഇതാ നമ്മുടെ കൈപ്പങ്ങ ഇവിടെ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെന്താൽ എന്താണ് ഇതിൻ്റെ കയ്പ്പൊക്കെ കുറഞ്ഞിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഊർക്കാപ്പിളി ഇട്ടൊന്നും കാണൂല കേട്ടോ. ഊർക്കാപ്പിളൊക്കെ അതിൽ വെന്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നല്ല ടേസ്റ്റും കൂട്ടും. ഒറ്റൊരു ഊർക്കാപ്പിളി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എന്നാലും കൈപ്പങ്ങക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ആരും ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൊണ്ടിട്ടാ. പിന്നെ ഇതാ ഞാനിവിടെ മീൻ അങ്ങോട്ട് പൊരിച്ചെടുക്കുകയാണ്. മീൻ മസാല കൂട്ടിയിട്ടില്ലായിരുന്നു. അതോടെ തന്നെ ഞാൻ അതിൻ്റെ വെളിച്ചെണ്ണയിൽ കുറച്ച് മസാലകളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കും കേട്ടോ. മസാലകൾ പറഞ്ഞാൽ വലിയ ജീരകവും കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് അങ്ങോട്ട് മീൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് മസാല തേക്കണ അതേ ടേസ്റ്റ് കിട്ടും കേട്ടോ. ആദ്യം തന്നെയാണ് വെളിച്ചെണ്ണയ്ക്ക് കുറച്ച് മസാല വലിയ ജീരകവും ഇതൊക്കെ ഇട്ടുകൊണ്ട് പൊട്ടിച്ചാൽ മതി. കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് പിന്നെ നമ്മൾ മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്കുള്ള മീൻ അങ്ങോട്ട് പൊരിച്ചെടുക്കണുള്ളൂ. രാത്രിയിലേക്ക് പിന്നെ വേറെ എന്തെങ്കിലും നോക്കിയിട്ട് വേണം കേട്ടോ. ഉച്ചയ്ക്കാണ് നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. 2 നേരത്തെ നന്നായിട്ട് പൊരിച്ചില്ല കേട്ടോ. ഉച്ചയ്ക്ക് പൊരിച്ചിട്ട് ബാക്കിയുള്ള ഫ്രിഡ്ജിൽ വെക്കലാണ്. അതിനിടയിൽ നമ്മൾ അരിയൊക്കെ ചോറൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടി. ഒരു തള അങ്ങോട്ട് തിളച്ചാൽ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആവും കേട്ടോ. അപ്പോൾ റേഷൻ ഏരിയ ആകുമ്പോൾ അവന് പെട്ടെന്ന് വല്ലാതെ അങ്ങോട്ട് വെന്ത് അലിയാനും പറ്റില്ല. തിളച്ച് കുറച്ച് കഴിഞ്ഞേക്കാൻ വേവാകുമ്പോഴത്തേന് നമ്മൾ ഊറ്റിട്ടാം. അല്ലാഞ്ഞാൽ പിന്നെ ചോറ് ഒന്നിനും പറ്റില്ല, കഞ്ഞി പോലെ ആവും. അപ്പോൾ ഇതിലും ആദ്യം വെന്തപ്പോൾ കഞ്ഞിവെള്ളം നമ്മളോട് ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കും കേട്ടോ. ആദ്യത്തെ കഞ്ഞിവെള്ളം നമ്മളോട് ഊറ്റി ഒഴിവാക്കും. എന്നിട്ട് നമ്മൾ കുറച്ച് പച്ചവെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് അതും കൂടി ഇങ്ങോട്ട് ഒഴിവാക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ചോറൊന്നും വല്ലാതെ ഒന്നും വെന്ത് കിട്ടില്ല. പിന്നെ ചോറ് കൂട്ടിലൊന്നും ഇപ്പം ഇല്ല കേട്ടോ. അപ്പം നമ്മൾ വാർക്കലാണ് ചെയ്യുക. ചോറ് അങ്ങോട്ട് വാർത്ത് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ഊറ്റി ഇങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ചോറ് സാവധാനം നമ്മൾ നേരം ആകുമ്പോഴത്തേന് ഇതിങ്ങനെ നല്ലോണം വാർന്ന് നല്ല വെള്ളമൊക്കെ വാർന്ന് കിട്ടും കേട്ടോ. അങ്ങനെ ഇതാ ചോറൊക്കെ ഇവിടെ അതാ വറുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി മീനൊക്കെ പൊരിച്ച് കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മീൻ കുറച്ചുകൂടെ പൊരിക്കാനായിട്ടുള്ളൂ. അപ്പോൾ ചോറ്റുംപാടിയൊക്കെ ചേക്കിളൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് വേണം നമുക്ക് നനച്ചുള്ള പരിപാടിക്കൊക്കെ ഒരുങ്ങാനായിട്ട്. ബാക്കിയുള്ള പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ അങ്ങോട്ട് പൊരിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ചിലപ്പോൾ അതങ്ങോട്ട് പൊരിച്ചും അതല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ, രാത്രിയൊക്കെ എടുക്കാൻ വിചാരിച്ചിട്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി എടുക്കാൻ കേട്ടോ. പാത്രങ്ങൾ ഇഷ്ടംപോലെ കൊട്ടത്തളത്തിൽ എപ്പോഴും നിറയും കേട്ടോ. പിന്നെ എന്താണ് ഓരോരുത്തർ രാവിലത്തെ ചായപ്പട കഴിഞ്ഞതിന് ശേഷം പാത്രമൊക്കെ ഒന്ന് മോറിയതാണ് കേട്ടോ. പിന്നെ അതിന് ശേഷം നിറഞ്ഞ പാത്രങ്ങൾ ഓരോരുത്തർ കഞ്ഞി കുടിച്ചിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് കഞ്ഞി ആദ്യം തന്നെ വെക്കും കേട്ടോ ഞാൻ. അപ്പം പിന്നെ പത്തിരിയും കറിയും ബാക്കിയുള്ളത് കഴിച്ചും ബാക്കി കുട്ടികളെ സ്കൂൾ പെരയിലുണ്ടെന്നുണ്ടെങ്കിൽ കഞ്ഞിയോ അതുപോലെ തന്നെ പത്തിരിയൊക്കെ ചായക്കടിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എടുത്ത് തിന്നിട്ട് അങ്ങനെയൊക്കെ ആയിട്ട് പാത്രങ്ങൾ പിന്നെ നമ്മൾ അടുക്കളയിൽ കുക്ക് ചെയ്യുമ്പോഴും കുറേ പാത്രങ്ങൾ തന്നെ പരന്ന് കിടക്കുമല്ലോ. അപ്പോൾ ഇതൊക്കെ പാടെ നമ്മൾ മൊത്തമായിട്ട് അങ്ങോട്ട് മോറി വെക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ അല്ലൂട്ടി വന്നുകൊണ്ട് ചോറ് തരീന്ന് പറഞ്ഞു. അവന് കളിയൊക്കെ കഴിഞ്ഞ് വന്നതാണ് ചോറ് തിന്നാനായിട്ട്. ചോറ് തരീന്ന് പറഞ്ഞിട്ട് ചോറൊക്കെ വിളമ്പി കൊടുക്കുകയാണ് കേട്ടോ. ഇക്കയും വന്നിട്ടുണ്ട്. ഇക്ക പിന്നെ കാടാക്ക് തീറ്റ ഇട്ട് കൊടുക്കാനും ഒക്കെ ആയിട്ട് ഒരുങ്ങിയിരിക്കണ്. അപ്പോൾ കാടക്ക് തീറ്റയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ചോറ് തിന്നാണ് ഇരിക്കൽ. അപ്പോൾ ചൂടാറിക്കോട്ടെ വിചാരിച്ചിട്ടാണ് കേട്ടോ ചോറൊക്കെ ഒന്ന് പ്ലേറ്റിലേക്ക് ഒന്ന് വിളമ്പി വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ഇതാ പ്ലേറ്റ് കൊടുക്കാൻ നമ്മൾ റെഡിയാക്കി വെച്ച കുക്കറും ചീനച്ചട്ടി കൊടുക്കാനാണ് വെച്ച് കൊടുത്തിരിക്കണം ടേബിളുമ്മൽ കേട്ടോ. വേറെ പാത്രത്തേക്കൊന്നും സെർവ് ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല. അങ്ങനെ എന്താ നമ്മൾ അല്ലൂട്ടി വന്ന് ഇക്കാനെയൊക്കെ വിളിച്ചാൻ വേണ്ടി പോയതാണ്. ഇക്കൊക്കെ വരുന്നുണ്ട്. ഇക്കയും മക്കളും കൂടി എല്ലാവരും കൂടി ഇപ്പോൾ ചോറുന്നാനൊക്കെ വരും കേട്ടോ. നമ്മൾ അച്ചൂട്ടി പിന്നെ ഭയങ്കര കളിയിലാണ്. അച്ചൂട്ടിൻ്റെ ഭാഗത്തൊക്കെ കാണാനില്ല കേട്ടോ. അച്ചും പൊന്നും ഒരു പാവക്കുട്ടി കിട്ടിയിരിക്കണ അനിയത്തി കൊണ്ടുവന്നപ്പോൾ അപ്പോൾ ആ പാവക്കുട്ടിയും കൊണ്ട് കളിച്ചിലാണ്. ഇപ്പോൾ ആ പാവക്കുട്ടിക്ക് ഉടുപ്പിട്ട് കൊടുക്കുക, കുളിപ്പിച്ച് കൊടുക്കുക, അങ്ങനത്തെ ഓരോ പരിപാടിയാണ്. അങ്ങനെ ഗൈസ് ചോറുന്നാലും ചോറ്റുംപടിയൊക്കെ കഴിഞ്ഞ് ഓരോ കൂടെ തന്നെ ഞാനും അങ്ങോട്ട് കഴിച്ചു കേട്ടോ. മക്കളെല്ലാവരും കഴിച്ചു, അപ്പോൾ ഞാനും കഴിച്ച്. അപ്പോൾ അങ്ങനെ ചോറ്റുംപടിയൊക്കെ കഴിഞ്ഞ് മക്കളെല്ലാവരും കളിയിലാണ്. TV കാണലും കളിയിലും അതൊക്കെയാണ് കേട്ടോ. അപ്പോൾ എന്താണ് അപ്പോൾ ഇനി തിരുമ്പാനും കുളിക്കാനൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരാം. ബൈ.